ഗോവയിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളിലൊന്നായ അഗോഡ ഫോർട്ടിലേക്കായിരുന്നു അടുത്ത യാത്ര. പോർച്ചുഗീസ് കോളനികൾ 17-ാം നൂറ്റാണ്ടിൽ കടലാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി പണിതതായിരുന്നു ഇത്തരം കോട്ടകൾ. ദിൽ ജാത്ത ഹേ എന്ന സിനിമ ചിത്രീകരണം നടന്നത് ഈ കോട്ടയിലായിരുന്നു. മാണ്ഡവിപ്പുഴ കടലിലേക്ക് ചെന്ന് പതിക്കുന്ന ഇടത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വിശാലമായി കിടക്കുന്ന അറബിക്കടലിന്റെ സൗന്ദര്യം വളരെ ഭംഗിയായി തന്നെ കാണാൻ കഴിയും. 23 ലക്ഷത്തോളം ഗാലൻ വെള്ളം സംഭരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇടങ്ങുകളും 79-ലധികം പീരങ്കികളും ഇവിടെ ഉണ്ടായിരുന്നു. 2 ഭാഗങ്ങളായിട്ടായിരുന്നു കോട്ട വിഭജിക്കപ്പെട്ടിരുന്നത്. മുകൾ ഭാഗം കോട്ടയും ജലസംഭരണിയായും താഴ്ഭാഗം പോർച്ചുഗീസ് കപ്പലുകൾ സൂക്ഷിക്കാവുന്ന സ്ഥലമായും തരംതിരിച്ചിരുന്നു. ഇവിടത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് റൂമിലേക്കായിരുന്നു. നോർത്ത് ഗോവയിലെ പ്രിമോബോം ടെറാവെർഡ റിസോർട്ടിലായിരുന്നു ഞങ്ങൾ റൂം എടുത്തിരുന്നത്. ബാഗ ബീച്ചിന്റെ അടുത്താണ് ഈ റിസോർട്ട് വരുന്നത്. ഗോവൻ യാത്രയിലുടനീളം കാണാൻ കഴിയുന്ന ഓരോ കോട്ടകളുടെയും ഭംഗി ഒട്ടും കുറയാതെ തന്നെ ഇവിടത്തെ ഓരോ റൂമിനും ഉണ്ടായിരുന്നു. വളരെ ശാന്തമായിട്ടൊരു അന്തരീക്ഷമായിരുന്നു ഇവിടത്തേത്. മിനിമം ഒരു 4 പേർക്കൊക്കെ സുഖമായി കഴിയാൻ പറ്റുന്ന ഒരു റൂമായിരുന്നു. ഈവനിങ് ഞങ്ങൾ റെഡിയായി നേരെ പോയത് അഞ്ജുന ബീച്ചിലേക്കായിരുന്നു. മോസ്റ്റ് ബ്യൂട്ടിഫുൾ 5 പ്ലേസസ് ഇൻ ഗോവ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നുണ്ടാവുക ഒരുപക്ഷെ അഞ്ജന ബീച്ചായിരിക്കും. ഗോവയിൽ എത്തിക്കഴിഞ്ഞാൽ തലയിൽ ഈ സാധനം കെട്ടുന്ന നിർബന്ധമെന്ന് പറഞ്ഞ് എൻ്റെ കെട്ടിയോനായിരുന്നു എന്നെ അവിടെ പിടിച്ചിരുത്തിയത്. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല തിരക്കും നിറയെ ലൈറ്റുകളും അടിപൊളി സോങ്സും ഒക്കെ ആയിരുന്നു. പിന്നെ ഈ അമ്മച്ചിയുടെ ഫയർ ഡാൻസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോന്നു.